ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഇപ്പോൾ മക്കളൊക്കെ സെവൻത്തിലെത്തില്ലേ? സിക്സ്ത്തിൽ നിന്ന് ഒരുപാട് കഥകളും കവിതകളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് സെവൻത്തിലെ പുതിയ കഥകളും കവിതകളൊക്കെ പഠിക്കാം അല്ലേ? മക്കളൊക്കെ റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഇക്കായി 1 ഫസ്റ്റ് യൂണിറ്റാണ് പ്യാർ. പ്യാർ എന്ന് പറഞ്ഞാൽ ലവ്, സ്നേഹം. ഓക്കെ, ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? എന്താണ് ഈ ഒരു പിക്ചറിൽ നിന്നും മനസ്സിലാവുന്നത്? ഒരു വലിയ മരമുണ്ട്, ആ മരം നിറയെ പഴങ്ങളുണ്ട് അല്ലേ? പക്ഷികളും മൃഗങ്ങളൊക്കെ അത് ഭക്ഷിക്കുന്നുണ്ട്. താഴെ കുറച്ച് ആൾക്കാരത് പൊറുക്കുന്നുണ്ട് അല്ലേ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? മരം ആ പഴങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ലോകത്തിന് മുഴുവനും അതിന് പഴം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അതല്ലേ നമുക്ക് മനസ്സിലാവുന്നത്? ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റായ പ്യാറിൽ നമുക്ക് എന്തുണ്ട്? 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഖുദ് സെ പ്യാർ, സെൽഫ് ലവ്. സെൽഫ് ലവ് ഉണ്ടോ മക്കൾക്ക്? എന്താണ് സെൽഫ് ലവ്? നമ്മളെപ്പോഴും എന്ത് പറയും? എൻ്റെ ഫ്രണ്ടിനെ കാണാൻ നല്ല സുന്ദരനാണ്, സുന്ദരിയാണ് എന്നൊക്കെ പറയും അല്ലേ? അവൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അതാണ് ഇതാണ്, അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയും അല്ലേ? ഒരിക്കലെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര സുന്ദരനാണ്, സുന്ദരിയാണ്, നിങ്ങൾക്ക് എത്രമാത്രം കഴിവുകളുണ്ട്, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എത്ര സുന്ദരമാണ്, നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ കഥ എഴുതുന്നത്, അങ്ങനെ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ കഴിവുകളാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കണ്ട എന്നല്ല കേട്ടോ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ സെൽഫ് ലവ് വേണം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ന് പഠിക്കാൻ പോണ കവിതൻ്റെ പേരും സെൽഫ് ലവ് ആണ് കേട്ടോ. ഖുദ് സെ പ്യാർ. ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് ശോഭനാഥ് യാദവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ കവി ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം അല്ലേ? ശോഭനാഥ് യാദവ്, ജന്മ 14 ജൂൺ 1937. 1937 ജൂൺ 14 ജനിച്ചത്. ശോഭനാഥ് യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേം ഹുവ. ശോഭനാഥ് യാദവിൻ്റെ ജനനം ഉത്തർപ്രദേശിലാണ്. വേ ലേഖക് ഔർ സമ്പാദക് ഹേ. അദ്ദേഹം ലേഖകനും എഡിറ്ററുമാണ്. ദറക്തോ മേം സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരക് ഗാഥ ആദി ഉൻകി രചനായേം ഹേ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കവിൻ്റെ പേരാണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. എല്ലാവരും കവിൻ്റെ പേര് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കവിത സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ മിസ് ആദ്യം കവിത വായിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റാൻസിൻ്റെ മീനിങ് നോക്കാം. സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സക്കെ ആഗ് दुनिया को भी. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. मैं खुद से इतना प्यार करूं कि दे सकूं प्यार ദുനിയാ കോ ബി. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റാൻസിൻ്റെ മീനിങ് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ എന്താണ്? ഇവിടെ ഒരു പിക്ചറൊക്കെ കാണുന്നുണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ള ഒരു സൂര്യൻ്റെ പിക്ചറൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ് തന്നെ സൂര്യനെ കുറിച്ചിട്ടാണ്. സൂരജ് അപ്നി ആഗ് സേ. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്നി ആഗ് സേ, തൻ്റെ പ്രകാശത്തെ. ആഗ് എന്ന് പറഞ്ഞാൽ ഫയറാണ്. നമ്മുടെ ഈ ഒരു കവിതയിൽ പ്രകാശം എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. സൂരജ് അപ്നി ആഗ് സേ, സൂര്യൻ തൻ്റെ പ്രകാശത്തെ. ഇത്നാ പ്യാർ കരേക്കി, ഇത്രയധികം സ്നേഹിക്കട്ടെ അല്ലേ? വളരെയധികം സ്നേഹിക്കട്ടെ. എന്തെന്നാൽ വഹ് ദേ സക്കെ ആഗ്, അതിന് നൽകാൻ കഴിയും പ്രകാശത്തെ. ദുനിയാ കോ ബി, ലോകത്തിന് മുഴുവനും. സൂര്യന് സ്വയം തൻ്റെ പ്രകാശത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ ലോകത്തിന് മുഴുവനും അതിന് പ്രകാശം നൽകാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം അല്ലേ? दरख्त अपने फूलों से
ഇത്നാ പ്യാർ കരേക്കി. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പിക്ചറൊക്കെ കാണുന്നുണ്ട് അല്ലേ, മരം അല്ലേ. ആ മരത്തിന് നമ്മൾ പേട് എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഒരു പുതിയ വേർഡ് പഠിക്കുകയാണ്, ദറക്കത്ത്. ദറക്കത്ത് അപ്പിനെ ഫൂലോം സേ. മരം തൻ്റെ പൂക്കളെ, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂക്കൾ, മരം തൻ്റെ പൂക്കളെ ഇത്നാ പ്യാർ കരേക്കി, ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട്. എന്തെന്നാൽ വഹ് ദേ സക്കേ ഫൂൽ, അതിന് നൽകാൻ സാധിക്കുന്നു പൂക്കളെ, ദുനിയാ കോ ബി, ലോകത്തിന് മുഴുവനും അല്ലേ. ഒരു മരം അതിൻ്റെ പൂക്കളെ നമുക്ക് എന്ത് ചെയ്യാണ്, പൂക്കളെ നന്നായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിന് മുഴുവനും പൂക്കളെ നൽകുകയാണ്. പൂക്കളെയും പഴങ്ങളും തണലും എല്ലാം തരുന്നുണ്ട് അല്ലേ മരം. അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അതിന് തരാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസിലോട്ട് പോവാം അല്ലേ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു മേഘത്തിൻ്റെ പിക്ചറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റാൻസ നമ്മുടെ മേഘത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ബാദൽ അപ്നെ ജൽസെ ഇത്നാ പ്യാർ കരേക്കി വഹ് ദേ സക്കേ ജൽ ദുനിയാ കോ ബി. ബാദൽ അപ്നെ ജൽസെ, മേഘം തൻ്റെ ജലത്തെ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. മേഘം തൻ്റെ ജലത്തെ ഇത്നാ പ്യാർ കരേക്കി, ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട്, എങ്കിൽ സ്നേഹിക്കട്ടെ. എന്തെന്നാൽ വഹ് ദേ സക്കേ ജൽ, അതിന് നൽകാൻ സാധിക്കുന്നു ജലത്തെ, ദുനിയാ കോ ബി, ലോകത്തിന് മുഴുവനും. മേഘം അതിൻ്റെ ജലത്തെ വളരെയധികം സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് ലോകത്തിന് മൊത്തം ജലം നൽകാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസ. ഓക്കെ, മേം ഗുദ് സേ ഇത്നാ പ്യാർ കരൂം കി ദേ സക്കൂം പ്യാർ ദുനിയാ കോ ബി. മേം ഗുദ് സേ, ഞാൻ സ്വയം, ഇത്നാ പ്യാർ കരൂക്കി, വളരെയധികം സ്നേഹിക്കും. ഇത്നാ പ്യാർ കരൂംകി എന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹിക്കും. ദേ സക്കൂം പ്യാർ ദുനിയാ കോ ബി, ലോകത്തിന് മുഴുവനും സ്നേഹം നൽകാൻ കഴിയും. ഞാൻ എന്നെ തന്നെ വളരെയധികം സ്നേഹിച്ചാൽ ഈ ലോകത്തിന് മുഴുവനും എനിക്ക് സ്നേഹം നൽകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 4 സിമ്പിൾ സ്റ്റാൻസയാണ് നമ്മുടെ ഈ ഒരു കവിതയിലുള്ളത്. ഫസ്റ്റത്തെ സൂര്യന് മുഴുവനും അല്ലേ, സൂര്യന് തൻ്റെ പ്രകാശത്തെ ലോകത്തിന് മുഴുവനും നൽകാൻ കഴിയും. രണ്ടാമത്തത് മരം അതിൻ്റെ പൂക്കളെ സ്നേഹിക്കുന്നതുകൊണ്ട് ലോകത്തിന് മുഴുവനും പൂക്കളെ നൽകാൻ പറ്റും. മൂന്നാമത്തത് മേഘം അതിൻ്റെ ജലത്തിന് നന്നായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് ലോകത്തിന് മുഴുവനും ജലം നൽകാൻ കഴിയുന്നു. ലാസ്റ്റ് നമ്മൾ സ്വയം സ്നേഹിച്ചാൽ നമുക്ക് ലോകത്തിന് മുഴുവനും സ്നേഹം നൽകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ നന്നായിട്ട് ഈ കവിത വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ.